നമസ്കാരം. സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം നടന്നിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ നിലവിലെ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ഭാവിയെപ്പറ്റി പലവിധത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ചിലർ പറയുന്നു പുതുതായി വരാൻ പോകുന്ന സർക്കാർ ഈ കമ്മീഷനെ പിരിച്ചുവിട്ട് പുതിയൊരു കമ്മീഷനെ നിയമിച്ചേക്കും. മറ്റു ചിലർ പറയുന്നത് ഈ കമ്മീഷനെ തന്നെ തുടരാൻ അനുവദിക്കുമെന്നാണ്. പുതുതായി ഒരു കമ്മീഷൻ നിയമിച്ചാലും ഈ കമ്മീഷൻ തന്നെ തുടർന്നാലും ഈ ടേംസ് ആൻഡ് റെഫറൻസിലൊന്നും വലിയ മാറ്റങ്ങൾ വരുമെന്ന് വർക്കിംഗ് ക്ലാസ്സിന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഏത് കമ്മീഷനെ സംബന്ധിച്ചും പരിഗണനയ്ക്കെടുക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ജീവനക്കാരും പെൻഷൻകാരും നല്ല പ്രാധാന്യത്തോടെ തന്നെ ഈ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുകയും മെയ് 20 മുമ്പ് നമ്മുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് പേ കമ്മീഷനെ അറിയിക്കേണ്ടതുമാണ്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ചാനൽ എന്നുള്ള നിലയിൽ വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഈ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് പേ കമ്മീഷന് അയച്ചു കൊടുക്കുക എന്നുള്ളത്. ഒന്നുകിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പേർവിഷൻ കമ്മീഷന് നേരിട്ട് അയച്ചു കൊടുക്കുക. അതിൻ്റെ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ അതിൻ്റെ അഡ്രസ്സും ഈ വീഡിയോയുടെ അവസാനം ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായമായി രേഖപ്പെടുത്തുക. വർക്കിംഗ് ക്ലാസ് തന്നെ ഇതിനെ ക്രോഡീകരിച്ച് പേർവിഷൻ കമ്മീഷന് അയച്ചു കൊടുക്കുന്നതാണ്. ഈ വരുന്ന മെയ് 20 മുമ്പ് തന്നെ ഈ അഭിപ്രായങ്ങൾ പേർവിഷൻ കമ്മീഷന് അയച്ചു കൊടുക്കണമെന്നുള്ളതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പരമാവധി ആൾക്കാരിൽ നിന്ന് നമുക്ക് ഈ അഭിപ്രായങ്ങൾ സ്വരൂപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് കഴിയുന്നിടത്തോളം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വർക്കിംഗ് ക്ലാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അഞ്ച് ഭാഗങ്ങളായി തിരിച്ചാണ് ഈ ചോദ്യാവലി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ പൊതുജനങ്ങളുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും പെൻഷൻകാരുടെയും എല്ലാം അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഉദ്യോഗസ്ഥരും പെൻഷനേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പ്രധാനമായും വർക്കിംഗ് ക്ലാസ് ഇവിടെ പരിശോധിക്കുന്നത്. മറ്റു ചോദ്യങ്ങളിലൂടെ നമ്മളൊന്ന് കടന്നു പോകുന്നുണ്ട് എന്ന് മാത്രം. ഇതിൽ 5 ഭാഗങ്ങളുള്ളതിൽ ആദ്യ ഭാഗത്തിൽ പറയുന്നത് ശമ്പളത്തിൻ്റെയും അലവൻസുകളുടെയും ഘടനയെപ്പറ്റിയാണ്. അതിൽ നമ്മുടെ അഭിപ്രായമാണ് പേ റിവിഷൻ കമ്മീഷൻ ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും നിരവധി സംസ്ഥാനങ്ങളിലെ സർക്കാർ ജീവനക്കാരുടെയും ശമ്പളവും അലവൻസുകളും എല്ലാ 10 വർഷവും പരിഷ്കരിക്കുന്നു. എന്നാൽ കേരള സർക്കാർ ജീവനക്കാരുടെ ശമ്പളം എല്ലാ 5 വർഷവുമാണ് പരിഷ്കരിക്കുന്നത്. താങ്കളുടെ വീക്ഷണത്തിൽ ഏതാണ് ശരിയായ സമീപനം? വിശദമാക്കുക എന്നാണ്. ഇവിടെ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നിലവിലുള്ള രീതി തുടരുക എന്നത് തന്നെയാണ് അഭികാമ്യം. ഇതാണ് വർക്കിംഗ് ക്ലാസിൻ്റെ അഭിപ്രായം. കാരണം 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം കേന്ദ്ര ജീവനക്കാർക്കുണ്ട്. നമ്മുടെ ഇവിടെ 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, ഒന്ന്, സർവീസിലുള്ള കുറേ അധികം പേർക്ക് ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ ആനുകൂല്യം ലഭിക്കാതെ വരും. കാരണം അവരിനി 5 വർഷം കൂടി കാത്തിരിക്കണം ഒരു ശമ്പള പരിഷ്കരണം വരണമെങ്കിൽ. അതിനിടയ്ക്ക് ഇവരെല്ലാം റിട്ടയർ ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ 5 വർഷത്തിലൊരിക്കൽ ഉണ്ടാകുന്ന ശമ്പള പരിഷ്കരണത്തിലൂടെ ലഭിക്കുന്ന നേട്ടത്തിൻ്റെ അത്രയും വരുമോ ഈ 10 വർഷത്തിലൊരിക്കൽ ലഭിക്കുന്ന നേട്ടം എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. അതുകൊണ്ട് നമ്മൾ ജീവനക്കാരെയും പെൻഷൻകാരെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലവിലുള്ള രീതി തുടരുക, അതായത് 5 വർഷത്തിലൊരിക്കൽ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുക. ഇനി നിങ്ങൾക്കുള്ള അഭിപ്രായം വ്യത്യസ്തമാണെങ്കിൽ അതും ഈ കമൻറ്റിനടിയിൽ രേഖപ്പെടുത്താം, അല്ലെങ്കിൽ നേരിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ശമ്പളത്തിനും പെൻഷനും വേണ്ടി ചെലവാകുന്ന തുക സംസ്ഥാന വരുമാനത്തിൻ്റെ ഒരു പ്രത്യേക ശതമാനത്തിൽ അധികരിക്കരുതെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ എത്ര ശതമാനം വരെ ഈ ശമ്പളത്തിനും പെൻഷനും വേണ്ടി ചെലവാക്കാമെന്നാണ്. ഇത് സത്യത്തിൽ പെൻഷൻകാരും ശമ്പളക്കാരുമല്ല ഇതിൻ്റെ മറുപടി പറയേണ്ടത്, പൊതുസമൂഹത്തിനോടാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഒരു നിശ്ചിത ശതമാനമായി ഇതിനെ കുറച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പരിമിതപ്പെടുത്തിയാൽ ഒന്നുകിൽ ശമ്പളത്തിൽ നല്ല കുറവ് വരുത്തേണ്ടി വരും, ഇല്ലെങ്കിൽ നിലവിലുള്ള പല തസ്തികകളുടെയും എണ്ണത്തിൽ കുറവ് വരുത്തേണ്ടി വരും. ഇത് രണ്ടാണെങ്കിലും ജീവനക്കാർക്ക് നഷ്ടമാണ്. ഒപ്പം തന്നെ ഈ സേവനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന പൊതുജനത്തിനും ഇതിൻ്റെ നഷ്ടമുണ്ട്. കാരണം 5 പേർ ചെയ്യേണ്ട ജോലി 3 പേരായി ചെയ്യുമ്പോൾ പല സേവനങ്ങൾക്കും കാലതാമസം ഉണ്ടാകും. അതുപോലെ തന്നെ ശമ്പളം കുറയുമ്പോൾ ആ ജോലിയിലിരിക്കുന്ന ജീവനക്കാരൻ്റെ സമീപനത്തിലും വ്യത്യാസം വരാം. കാരണം നല്ല ശമ്പളം കിട്ടിക്കൊണ്ടിരുന്ന ഒരു ജീവനക്കാരൻ്റെ ശമ്പളം കുറയ്ക്കുന്നതിനോട് ആ ജീവനക്കാരന് ഒരിക്കലും താല്പര്യം വരില്ല. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ പ്രതിഫലിക്കാനും അത് ജനങ്ങൾക്ക് യഥാസമയം വേണ്ട രീതിയിൽ ആ സേവനം ലഭിക്കാതെയും വരും. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രത്യേക ശതമാനത്തിൽ നിജപ്പെടുത്തേണ്ട എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെപ്പറ്റി അഭിപ്രായം പറയുന്നില്ല, ഇത് പൊതുസമൂഹത്തിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം: സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും സേവന മേഖലയിൽ നിലവിലുള്ള സാലറി പാക്കേജ് അനുയോജ്യരായ പ്രതിഭകളെ ആകർഷിക്കാൻ പര്യാപ്തമല്ലെന്ന് കരുതുന്നുണ്ടോ? ഇതിനുത്തരം നൽകേണ്ടത് ഓരോ മേഖലയിലും ജോലി ചെയ്യുന്നവരാണ്. ഇപ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം, റവന്യൂ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ട്. അവരാണ് ഇതിന് അഭിപ്രായം പറയേണ്ടത്. ഉദാഹരണമായി ഫീൽഡ് വിഭാഗം ജീവനക്കാർക്ക് ലഭിക്കുന്ന ശമ്പളവും അലവൻസുകളും ഒക്കെ ചേർന്ന പാക്കേജ് വളരെ കുറവാണ്. അതുകൊണ്ട് കഴിവുള്ളവർ മറ്റ് മേഖലകൾ തേടിപ്പോകുന്നു, ഈ ജോലിയിലേക്ക് വരുന്നില്ല.
അപ്പോൾ പ്രതിഭകളെ നമുക്ക് നഷ്ടപ്പെടുന്നു. ഇങ്ങനെയൊക്കെ രേഖപ്പെടുത്താം. അതുകൊണ്ട് അതാത് വിഭാഗം ജീവനക്കാർക്ക് വിട്ടിരിക്കുകയാണ്. അവരവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉള്ള കാര്യങ്ങൾ അവരവരെഴുതുക. അടുത്തത് 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ 27 ശമ്പള സ്കെയിലുകൾ നിർദ്ദേശിച്ചിരുന്നു. പ്രസ്തുത ശമ്പള സ്കെയിലുകൾ ഉത്തമമാണെന്ന് കരുതുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇപ്പോൾ മാസ്റ്റർ റണ്ണിംഗ് സ്കെയിലാണ് നിലവിലുള്ളത്. ആയതുകൊണ്ട് സ്കെയിലുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതിൽ എന്തെങ്കിലും അഭിപ്രായം രേഖപ്പെടുത്തണോ, 27 എന്നുള്ളതിന് കൂട്ടണമോ അതോ കുറയ്ക്കണമോ എന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. വർക്കിംഗ് ക്ലാസിൻ്റെ അഭിപ്രായത്തിൽ നിലവിലുള്ള 27 ശമ്പള സ്കെയിലുകൾ അവിടെ നിൽക്കട്ടെ. ഈ സ്കെയിലുകളിൽ വർധനവാണ് വേണ്ടത്. അതുകൊണ്ട് ഈ ശമ്പള സ്കെയിലുകളുടെ എണ്ണത്തിലുള്ള നിർദ്ദേശം നമുക്കില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ മാസ്റ്റർ റണ്ണിംഗ് സ്കെയിലിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ് നമ്മൾ പരിഗണിക്കുന്നത്. അടുത്ത 5ാമത്തത്, ഒരു സംസ്ഥാന സർക്കാർ ജീവനക്കാരൻ്റെ 1/7/24 ഏറ്റവും കുറഞ്ഞ മാസവേതനം 30,130 ആണ്. അതായത് 23,000 രൂപ നമ്മുടെ ബേസിക് പേയും അതിൻ്റെ 31% DAയും ചേർന്നത്. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ 7ാം കേന്ദ്ര ശമ്പള പരിഷ്കരണ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം അതേ റേഞ്ചിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ ഏറ്റവും കുറഞ്ഞ ശമ്പളം 27,540 ആണ്. അതായത് ബേസിക് പ്ലസ് DA ആണ്. 53% DAയും 18,000 രൂപ ബേസിക്കുമാണ് ഏറ്റവും കുറഞ്ഞ ശമ്പളം കേന്ദ്രത്തിൽ. കേരളത്തിൽ അത് 23,000 31% DAയുമാണ്. അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും കൂടിയ വേതനം 1/7/24 ഏറ്റവും കൂടിയ വേതനം 2,18,508 എന്തൊക്കെയാണ് ബേസിക് പ്ലസ് DA ആണ്. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ഏറ്റവും കുറഞ്ഞതും ഏറ്റവും കൂടിയതുമായ വേതനം സംബന്ധിച്ച് താങ്കളുടെ കാഴ്ചപ്പാട് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ കേന്ദ്രത്തിൽ ശമ്പളം കുറവാണ്, കേരളത്തിൽ ശമ്പളം കൂടുതലാണ്. ഇതാണ് ഈ ചോദ്യത്തിലൂടെ ശമ്പള കമ്മീഷൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്നാണ്. ഇതിൽ ജീവനക്കാരുടെ അഭിപ്രായം പറയുമ്പോൾ അതെങ്ങനെ പറയണമെന്നാണ് ഇവിടെ പറയുന്നത്. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ 7ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നടപ്പിൽ വന്നത് 10 വർഷങ്ങൾക്ക് മുമ്പാണ്, 2016 അന്ന് ആ 7ാം ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ചുള്ള ശമ്പളമാണ് ഈ കാണുന്ന 27,540 രൂപ എന്ന് പറയുന്നത്. അന്ന് നമ്മുടെ ഏറ്റവും കുറഞ്ഞ ശമ്പളം എന്ന് പറയുന്നത് 16,500 രൂപ ബേസിക് പേയും പ്ലസ് DAയുമായിരുന്നു. അപ്പോൾ അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസം അന്ന് തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവരുടെ 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ നിയമിച്ചു കഴിഞ്ഞു. അത് റിപ്പോർട്ട് വരുമ്പോഴേക്കും ഈ 27,540 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു 50% വർദ്ധിച്ച് മറ്റൊരു എമൗണ്ടിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് ആ സമയത്തും ഈ കാണുന്ന തുക തന്നെയായിരിക്കും. അപ്പോൾ ഈ ഒരു അന്തരം 10 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടത്തുന്ന കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ 10 വർഷത്തിന് മുമ്പുള്ള ശമ്പളവും 5 വർഷത്തിലൊരിക്കൽ ശമ്പള പരിഷ്കരണം നടത്തുന്ന ജീവനക്കാരുടെ 5 വർഷത്തിന് മുമ്പുള്ള ശമ്പളവും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ശമ്പളം വളരെ കുറവാണ്. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായ വേതനം സംബന്ധിച്ച് നമ്മുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നമ്മൾ പറയേണ്ട. ഇത് കുറവാണ് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഈ ചോദ്യത്തിനെ സംബന്ധിച്ചുള്ള നമുക്ക് പ്രസക്തിയില്ല. ഇത് പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യട്ടെ, അവരറിയട്ടെ എന്ന് വിചാരിച്ചായിരിക്കണം ഇങ്ങനെ ഒരു ചോദ്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത 6ാമത്തെ ചോദ്യം, സംസ്ഥാനത്തിൻ്റെ പ്രതിശീർഷ വരുമാനം മറ്റു മേഖലകളിലെ വ്യവസായം, കൃഷി തുടങ്ങിയ മേഖലകളിലെ ഏറ്റവും കുറഞ്ഞ വേതനം, ആവശ്യാധിഷ്ഠിതമായ കുറഞ്ഞ വേതനം, ജീവിത ചെലവ്, മറ്റു ഘടകങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതാകണം സംസ്ഥാന സർക്കാരിലെ ഏറ്റവും കുറഞ്ഞ ശമ്പളം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെന്നാണ് ചോദ്യം. അതായത് ജീവിത ചെലവും മറ്റ് ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തി സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ കുറഞ്ഞ ശമ്പളത്തിൽ വ്യത്യാസം വരുത്തണോ എന്നാണ് ചോദ്യം. നമുക്കറിയാം ജീവിത ചെലവ് ഏറ്റവും കൂടിയ ഇന്ത്യൻ നഗരങ്ങളിൽ 15ാം സ്ഥാനത്തുള്ളത് നമ്മുടെ കൊച്ചിയാണ്. ആ കൊച്ചി ഉൾപ്പെടുന്ന കേരളത്തിലെ ജീവിത ചെലവിന് ആനുപാതികമായ വേതനമോ പെൻഷനോ നിലവിൽ ലഭിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നിലവിൽ ലഭിക്കുന്ന കുറഞ്ഞ ശമ്പളം പര്യാപ്തമല്ല, അത് കൂട്ടണം എന്ന് മാത്രമാണ് നമ്മുടെ അഭിപ്രായം ഈ ചോദ്യത്തിനെ സംബന്ധിച്ചിടത്തോളം. അടുത്ത 7ാമത്തത്, നിലവിൽ ഏറ്റവും കുറഞ്ഞ ഇൻക്രിമെൻ്റ് നിരക്ക് 700 രൂപയാണ്, ഏറ്റവും കൂടിയ നിരക്ക് 3,400 രൂപയാണ്. താങ്കളുടെ വീക്ഷണത്തിൽ ഏതാണ് യുക്തമായ നിരക്കെന്നാണ്. ഈ ഇൻക്രിമെൻ്റ് നിരക്ക് വർഷത്തിലൊരിക്കൽ കിട്ടുന്ന തുകയാണ്. അത് 700 രൂപയാണ് വർധനവുണ്ടാകുന്നത്, ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. ഏറ്റവും കൂടിയ നിരക്ക് 3,400 രൂപയാണ്. അപ്പോൾ ഇതിനിടയ്ക്കുള്ളവർക്ക് കിട്ടുന്ന നിരക്ക് അറിയാമല്ലോ. ഈ ഇൻക്രിമെൻ്റ് നിരക്ക് ഏറ്റവും കുറഞ്ഞത് 1,200 രൂപയെങ്കിലും ആക്കി നിശ്ചയിക്കണം എന്നാണ് വർക്കിംഗ് ക്ലാസിൻ്റെ ഒരഭിപ്രായം. ഏറ്റവും കുറഞ്ഞ നിരക്ക് 1,200 ആവുക. അപ്പോൾ ആനുപാതികമായി കൂടിയ നിരക്കിലും അതിനനുസരിച്ചുള്ള വ്യത്യാസം ഉണ്ടാകും. 1,500 ആക്കണമെന്ന് പറയുന്നവരുണ്ടാകാം, 1,000 മതി എന്ന് പറയുന്നവരുണ്ടാകാം. എല്ലാവരുടെയും അഭിപ്രായം നമുക്ക് പരിശോധിക്കാം. അതിൽ നിന്ന് ഏറ്റവും യുക്തമായ ഒരു അഭിപ്രായം നമുക്ക് തിരഞ്ഞെടുത്ത് പേ കമ്മീഷന് അയക്കുകയും ചെയ്യാം. അടുത്ത 8ാമത്തത്, വീട്ടുവാടക ബത്ത കണക്കാക്കുന്നതിൽ നിലവിലുള്ള രീതിയിൽ എന്തെങ്കിലും അപാകതകളുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്നാണ്. ഇപ്പോൾ നിലവിൽ HRA കൊടുക്കുന്നത് നമുക്കറിയാം. ഗ്രാമപഞ്ചായത്തുകളിൽ 4%, അതുപോലെ തന്നെ മുകളിലേക്ക് പോകുന്നതോറും 6%, 8%, 10%, അങ്ങനെ സിറ്റിയുടെ ക്ലാസ് വ്യത്യാസം വരുന്നതനുസരിച്ച് 10% വരെ എത്തി നിൽക്കുന്നുണ്ട്. അതിൽ വലിയ ബുദ്ധിമുട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം മുൻപ് കിട്ടിക്കൊണ്ടിരുന്നതിനെ അപേക്ഷിച്ച് ഈ 4% എന്ന് പറയുന്നത് നല്ലൊരു തുക തന്നെയാണ്. ഇതിൽ വ്യത്യാസം വരുത്തേണ്ടത് മിനിമം HRAയിലാണ്. മിനിമം HRA എന്ന് പറയുന്നത് 1,200 ആണ്. അത് ഒരു 2,000 രൂപയെങ്കിലും ആക്കി മാറ്റണം എന്നുള്ള ഒരു അഭിപ്രായം നമുക്കുണ്ട്. ആ അഭിപ്രായം നമ്മളിവിടെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ
കമൻ്റായി രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ നേരിട്ട് PRCയെ അറിയിക്കുക. അടുത്തത് യാത്രാബത്ത, ദിനബത്ത, സ്ഥിരം യാത്രാബത്ത. ഇത് ഓരോരോ ഓഫീസുകളിൽ ജോലി ചെയ്യുന്ന ഫീൽഡ് ജീവനക്കാരുടെ ജോലിയുടെ സ്വഭാവം കണക്കിലെടുത്ത് പ്രസ്തുത ജീവനക്കാർക്ക് TADA നിരക്കുകൾ വർദ്ധിപ്പിച്ച് നൽകുന്നത് ന്യായീകരണമുണ്ടെന്ന് കരുതുന്നുണ്ടോ എന്നാണ്. ഇതിൽ ജീവനക്കാർ പറയുന്നത് അഭിപ്രായം എന്തായാലും ഇത് വർദ്ധിപ്പിച്ച് നൽകേണ്ടത് തന്നെയാണ്. ഇത് ഓരോ വിഭാഗം ജീവനക്കാർക്കും വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഇതിലൊരു ഏകീകൃതമായ അഭിപ്രായം നമുക്ക് പറയാൻ പറ്റാത്തത്. ഇപ്പോൾ വില്ലേജ് ഓഫീസിലും താലൂക്ക് ഓഫീസിലും പോലീസ് സ്റ്റേഷനിലൊക്കെ ജോലി ചെയ്യുന്ന ജീവനക്കാർ അവരവരുടെ ജോലിയുടെ സ്വഭാവം അനുസരിച്ച് അവരുടെ TADA നിരക്കുകൾ വർദ്ധിപ്പിച്ച് നൽകുന്നതിൽ എന്തെങ്കിലും ന്യായീകരണം ഉണ്ടെന്ന് കരുതുന്നു എന്നാണ് ചോദ്യം. അത് അവരവർ തന്നെ നൽകേണ്ട കാര്യമാണ്. വിവിധതരം അലവൻസുകളെക്കുറിച്ചാണ് അടുത്തത്, 10ാമത്തത്. അത് ജീവനക്കാർക്ക് അനുവദിക്കുന്ന ഈ ആനുകൂല്യങ്ങൾ പര്യാപ്തമാണോ അനുചിതമാണോ എന്നൊക്കെയാണ് ചോദ്യം. ഇവിടെ പല അലവൻസുകളും നമുക്ക് അർഹതപ്പെട്ടതല്ല ലഭിക്കുന്നത്, അതിനേക്കാൾ വളരെ കുറവാണ് ലഭിക്കുന്നത്. യൂണിഫോം അലവൻസിൽ വളരെ വലിയ വ്യത്യാസവും നിലനിൽക്കുന്നുണ്ട്. യൂണിഫോം അലവൻസ് ചില വിഭാഗം ജീവനക്കാർക്ക് വളരെ നല്ല രീതിയിലുള്ള യൂണിഫോം അലവൻസ് കിട്ടുമ്പോൾ അതേ അളവ് തുണിയും അതേ രീതിയിലുള്ള തയ്യലും എല്ലാം ഉള്ള മറ്റു വിഭാഗം ജീവനക്കാർക്ക് അതിൻ്റെ നേർ പകുതി അലവൻസ് ലഭിക്കുന്ന വിഭാഗവും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ യൂണിഫോം അലവൻസ് തുടങ്ങിയിട്ടുള്ള അലവൻസുകളിൽ ഒരു ഏകീകൃത സ്വഭാവം, ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. ഇപ്പോൾ റിസ്ക് അലവൻസ്, ഒരു ലാബ് ടെക്നീഷ്യന് ലഭിക്കുന്ന റിസ്ക് അലവൻസ് വളരെ കുറവാണ്, അത് കൂട്ടണം. അപ്പോൾ ആ രീതിയിൽ ഓരോ രീതിയിലുള്ള ജീവനക്കാരുടെയും ഓരോ വിഭാഗം ജീവനക്കാരുടെയും അലവൻസുകളെ സംബന്ധിച്ച് അവരവർ തന്നെ അഭിപ്രായം പറയുന്നതായിരിക്കും ഉത്തമം. ഞാനൊരു ഉദാഹരണം യൂണിഫോം അലവൻസിൻ്റെ കാര്യത്തിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത 11, കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ എത്രത്തോളം സമാനമാണ്. ഈ 11ാമത്തെ ചോദ്യം ശരിക്കും ശമ്പള പരിഷ്കരണ കമ്മീഷൻ തന്നെ ആലോചിച്ച് പറയേണ്ടതാണ്. ഇത് എങ്ങനെ സമാനമാകും? ഇവരുടെ ആനുകൂല്യങ്ങൾ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ ഒരിക്കലും സമാനമല്ല. അത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ തന്നെ നിശ്ചയിച്ചോളും. അടുത്തത് സ്പാർക്കിനെ കുറിച്ചാണ് ചോദ്യം. സ്പാർക്കിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? സ്പാർക്ക് സ്ഥിരമായി കൈകാര്യം ചെയ്ത ജീവനക്കാർക്ക് സ്പാർക്കിനെ കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളുണ്ടാകും. അവർ അവരുടെ അഭിപ്രായം എഴുതുക. പ്രത്യേകിച്ചും ഈ ക്ലറിക്കൽ ജീവനക്കാർ അവർ പല സമയത്തും ആലോചിക്കാറുണ്ട്, ഈ സ്പാർക്കിൻ്റെ ഈ കപ്പാസിറ്റി, കുറച്ചുകൂടി കപ്പാസിറ്റി ഉള്ള ഒരു സെർവർ ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ വർക്ക് കുറച്ചുകൂടി എളുപ്പമായേനെ. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന രീതിയിൽ പലപ്പോഴും സ്പാർക്ക് ലാഗ് ചെയ്യാറുണ്ട്, ഡിലേ ആകാറുണ്ട്. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോഴും നമ്മൾ എത്രത്തോളം കുറച്ചാലും ഒരു 80 KB 50 KB ഒക്കെ ആയാൽ പോലും പലപ്പോഴും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിത്തരണം. അത് ആ സ്പാർക്ക് കൈകാര്യം ചെയ്യുന്ന ജീവനക്കാർ തന്നെ അതിൻ്റെ അഭിപ്രായം പറയുന്നതായിരിക്കും ഉചിതം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക. അടുത്തത്, നടപടിക്രമങ്ങളിലെ കാലതാമസം ഒഴിവാക്കുന്നതിനായി ഗസറ്റഡ് ഓഫീസർമാരുടെ ശമ്പള സ്ലിപ്പുകൾ അക്കൗണ്ടന്റ് ജനറൽ അനുവദിക്കുന്ന നിലവിലെ രീതി തുടരേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം. ഇപ്പോൾ പേ സ്ലിപ്പ് അനുവദിക്കുന്നത് AG ആണെന്ന് നമുക്കറിയാം. ഗസറ്റഡ് ജീവനക്കാരുടെ പേ സ്ലിപ്പ് വരുമ്പോഴാണ് അവരുടെ ശമ്പളത്തിലുണ്ടാകുന്ന വ്യത്യാസം. ഇപ്പോൾ ഒരു ഇൻക്രിമെൻറ്റ് വന്നാൽ തന്നെയും നമ്മൾ പേ സ്ലിപ്പ് വരുമ്പോഴാണ് അവർക്ക് ഇൻക്രിമെൻറ്റ് അലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഗസറ്റ് ജീവനക്കാരുടെ G രജിസ്റ്റർ എപ്പോഴും AGയിൽ തന്നെയാണ് സൂക്ഷിക്കുന്നത്. എങ്കിലും DDOമാരാണ് അവരുടെ ശമ്പളം പ്രോസസ്സ് ചെയ്ത് നൽകുന്നത്. ഇപ്പോൾ ഇൻക്രിമെൻ്റൊക്കെ നോൺ ഗസറ്റഡ് ജീവനക്കാർക്ക് DDO തന്നെ പാസ്സാക്കി നൽകുമ്പോൾ ഗസറ്റഡ് ജീവനക്കാർക്ക് അത് AGയിൽ നിന്ന് പേ സ്ലിപ്പ് വരുന്നവരെ കാത്തിരിക്കേണ്ടി വരുന്നു. ഇത്തരം കാര്യങ്ങൾ DDOമാർ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ഗസറ്റ് ഓഫീസേഴ്സിന് അവരുടെ അഭിപ്രായമുണ്ടാകും. ആ അഭിപ്രായം ചിലപ്പോൾ ഇതായിരിക്കില്ല. എന്തായാലും അവരുടെ അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക, അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് പേ കമ്മീഷനെ അറിയിക്കുക. അടുത്തത് 14ാമത്തെ ചോദ്യമാണ്, നിലവിലുള്ള മെഡിസപ്പ് പദ്ധതിയെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ജീവനക്കാർക്ക് ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയാനുണ്ടാകുന്നത് ഈ മെഡിസപ്പിനെ കുറിച്ച് തന്നെയാണ്. നിലവിലുള്ള മെഡിസപ്പ് രീതികളിൽ പ്രധാനമായും വരുത്തേണ്ടുന്ന വ്യത്യാസങ്ങൾ വളരെ വിശദമായി തന്നെ പറഞ്ഞുകൊണ്ട് വർക്കിംഗ് ക്ലാസ് ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതുകൂടി ഒന്ന് കാണുക. അതുകൂടി കണ്ടതിന് ശേഷം മെഡിസപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മെഡിസപ്പ് പദ്ധതി എനിക്കറിയാം, എൻ്റെ പല വീഡിയോകളുടെയും താഴെ വന്നിട്ടുള്ള കമൻറ്റുകൾ ഒരു 90% പേരും ഈ പദ്ധതിയുടെ നടത്തിപ്പിനെ വിമർശിച്ചുകൊണ്ടുള്ള അഭിപ്രായങ്ങളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടാകും. അത് പറയാനുള്ളൊരു അവസരമാണിത്. ഈ അഭിപ്രായങ്ങൾ നിങ്ങൾ PRCക്ക് അയച്ചു കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിന് അയച്ചു തരിക. വർക്കിംഗ് ക്ലാസ് തന്നെ ഇതിനെ ക്രോഡീകരിച്ച് അഭിപ്രായ സമന്വയം ഉണ്ടാക്കി ഇത് PRCക്ക് അയച്ചു കൊടുക്കുന്നതാണ്. അടുത്തത് പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. നിലവിലുള്ള സ്ഥാനക്കയറ്റ രീതികൾ 4 തരത്തിലാണുള്ളത്. നമുക്കറിയാം, ഒന്ന് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് ആണ്. കരിയർ അഡ്വാൻസ്മെൻറ്റ് സ്കീമിന് കീഴിലുള്ള നോൺ ഗ്രേഡ് പ്രൊമോഷനുണ്ട്. റേഷ്യോ ഹയർ ഗ്രേഡുകളുണ്ട്. അതുപോലെ തന്നെ ഒഴിവുകൾ വരുന്നതനുസരിച്ച് ഉണ്ടാകുന്ന സാധാരണഗതിയിലുള്ള പ്രൊമോഷനുകൾ. ഈ പറഞ്ഞ സ്ഥാനക്കയറ്റ രീതികൾ സംബന്ധിച്ച് താങ്കൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ എന്നാണ് ചോദ്യം. ഇപ്പോൾ നിലവിലുള്ള ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് നമുക്കറിയാം, 8 വർഷത്തിലൊരു ഗ്രേഡ്, അത് കഴിഞ്ഞാൽ 15 വർഷം, 22 വർഷം, 27 വർഷം. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള വ്യത്യാസം വരുത്തണമോ?
അത് 8 വർഷം എന്നുള്ളത് 7 വർഷമായി കുറയ്ക്കണമോ, അതുപോലെ 15 വർഷം എന്നുള്ളത് കുറയ്ക്കണമോ, ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട് എങ്കിൽ അതിനെക്കുറിച്ച് പറയാനാണ് ഈ സ്ഥാനക്കയറ്റ രീതികളിലുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ പറയാൻ പറഞ്ഞിരിക്കുന്നത്. പ്രൊമോഷനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ ചോദ്യം ഇതാണ്: പ്രൊമോഷൻ അനുവദിക്കുന്നതിന് സീനിയോറിറ്റിയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യതയും എങ്ങനെ പരിഗണിക്കാം? ഈ അഭിപ്രായം പറയാനാണ് പറയുന്നത്. നിലവിൽ സീനിയോറിറ്റി വെച്ചാണ് പ്രൊമോഷൻ എല്ലാ തസ്തികകളിലും നടക്കുന്നത്, അല്ലേ? അത് മാറിയിട്ട് സീനിയോറിറ്റിയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു പ്രൊമോഷൻ സമ്പ്രദായത്തിനോട് നിങ്ങളുടെ അഭിപ്രായം പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ SSLC എന്ന ഒരു ക്വാളിഫിക്കേഷൻ വെച്ച് ജോലിയിൽ കയറിയ ഒരു LD ക്ലർക്ക്, ഒരു PG യോഗ്യതയുള്ള ഒരാളും ഇതേ ടെസ്റ്റ് എഴുതി ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ ജോലിയിൽ കയറി. അങ്ങനെ ഇരിക്കുമ്പോൾ PG യോഗ്യതയുള്ള ആ ആൾക്ക് ആദ്യം പ്രൊമോഷൻ കിട്ടുന്നു, SSLC-കാരൻ പിന്നീട് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ PG ഉള്ളയാൾ ഈ SSLC-കാരൻ്റെ സൂപ്പർവൈസറായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ സങ്കല്പിച്ച് നോക്കൂ. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ SSLC യോഗ്യതയുള്ള ഒരാൾ ഒരു ഓഫീസിൽ ഒരു 10 വർഷത്തെ സർവീസായിട്ടും LD ആയിട്ട് ഇരിക്കുകയാണെന്ന് വയ്ക്കുക. അതേ തസ്തികയിലേക്ക് ഒരു ന്യൂലി അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു PG-കാരൻ നിയമിക്കപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിനായിരിക്കും പ്രൊമോഷൻ സാധ്യത ആദ്യം. അപ്പോൾ ഈ 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള LD ക്ലർക്ക് അല്ലെങ്കിൽ UD ക്ലർക്ക് അവിടെ അതേ തസ്തികയിൽ ഇരിക്കുമ്പോൾ തന്നെ വളരെ ജൂനിയറായ ഇദ്ദേഹം തൊട്ടടുത്ത പ്രൊമോഷനിൽ കയറിപ്പോകുന്നു. കാരണം അദ്ദേഹത്തിന് PG യോഗ്യതയുണ്ട്. ഇത് നല്ലതാണോ മോശമാണോ എന്നാണ് ചോദ്യം. ഇത് ശരിക്കും ഒരു അനാവശ്യമായ തർക്കത്തിന് വഴിവെക്കും. ഒരു മൂപ്പിളമ തർക്കം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ളൊരു മൂപ്പിളമ തർക്കം വന്നു കഴിഞ്ഞാൽ സേവനം നൽകുന്നതിലും ആ രീതിയിലുള്ള ഒരു കാലതാമസം അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് നിലവിലുള്ള രീതി തുടരുന്നതാണ് നല്ലതെന്നാണ് വർക്കിംഗ് ക്ലാസിൻ്റെ അഭിപ്രായം. ഉയർന്ന യോഗ്യത ഉള്ളവർക്ക് കൂടുതൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അങ്ങനെയുള്ളവർ ആ അഭിപ്രായം ചുവടെ രേഖപ്പെടുത്തുക. ഓഫീസുകളുണ്ടാകുന്ന ഈ ഒരു തർക്കം ഞാൻ ഒന്ന് സൂചിപ്പിച്ചതാണ്. ബാക്കിയെല്ലാം നിങ്ങളുടെ അഭിപ്രായത്തിന് വിടുന്നു. ഈ ക്വാളിഫിക്കേഷൻ കൂടി എന്ന് വിചാരിച്ചിട്ട് വർക്കിൻ്റെ ക്വാളിറ്റിയിൽ വലിയ മെച്ചം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ വർക്കിൻ്റെ ക്വാളിറ്റിയിലും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് ശോഭിക്കാൻ കഴിയും. അത് എങ്ങനെയാവട്ടെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. ഇതിലെ മൂന്നാമത്തെ ചോദ്യം: വകുപ്പ് തല പരീക്ഷകൾ പാസ്സാകുന്നതിൽ നിന്ന് നിശ്ചിത പ്രായപരിധിയിലുള്ള ജീവനക്കാരെ ഒഴിവാക്കുന്നത് തുടരേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്കറിയാം 50 വയസ്സായി കഴിഞ്ഞാൽ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ പരീക്ഷകൾ പാസ്സാകേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഒരു രീതി ഇനിയും തുടരുന്നത് തന്നെയാണോ നല്ലതെന്നാണ്, അതോ അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ അത് നിലവിലുള്ള രീതി തുടരട്ടെ. പക്ഷേ ഈ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് പാസ്സായില്ലെങ്കിലും ഞാൻ 50 വയസ്സാകുമ്പോൾ ഇതിൽ നിന്ന് ഒഴിവാകപ്പെടും എന്നുള്ള ഒരു ബോധമുള്ളത് കൊണ്ട് തന്നെ പലരും ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റിന് വേണ്ടി ശ്രമിക്കാറില്ല. എന്നാൽ അത് മാറിയിട്ട് എല്ലാ വർഷവും വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റുകളിൽ അപ്പിയർ ചെയ്തിരിക്കണം എന്നൊരു നിയമം കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എന്താണെന്നറിയാമോ, എല്ലാ വർഷവും ഈ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റിന് പോകേണ്ടി വരുന്ന ആ ഒരു നാണക്കേട് ഓർത്തെങ്കിലും ഇവരെന്ത് ചെയ്യും, ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റ് പാസ്സാകുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങും. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റൽ ടെസ്റ്റിൻ്റെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ കടുകട്ടിയാണെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ഈ പരീക്ഷകൾ കുറച്ചുകൂടി എളുപ്പമാക്കുന്നതിനുള്ള ഒരു ശ്രമം കൂടി PSCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. അടുത്ത ചോദ്യം: പബ്ലിക് സർവീസ് കമ്മീഷൻ ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കി ഒരു വകുപ്പിൽ നിയമിതനായ വ്യക്തി പ്രൊമോഷൻ അഭിമുഖീകരിക്കുമ്പോൾ അതേ ലിസ്റ്റിൽ താഴ്ന്ന റാങ്ക് ലഭിച്ചതും പ്രൊമോഷൻ സാധ്യത കൂടുതലുള്ള മറ്റൊരു വകുപ്പിൽ നിയമിതനായ വ്യക്തിക്ക് കൂടുതൽ പ്രൊമോഷനുകൾ ലഭിക്കുന്നു. ഇതൊരു അപാകതയായി കണക്കാക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇപ്പോൾ നമുക്കറിയാം, ഒരേ ലിസ്റ്റിൽ നിന്ന് 2 പേർ 2 ഡിപ്പാർട്ട്മെൻറ്റിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്നു. ഒരാൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരാൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലും പോസ്റ്റ് ചെയ്യുന്നു. ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്ക് കുറച്ചുകൂടി ഉയർന്ന പ്രൊമോഷൻ സാധ്യതയാണുള്ളത്. അദ്ദേഹം ഒരു വില്ലേജ് ഓഫീസറൊക്കെ ആകുമ്പോഴും ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളയാൾ മാക്സിമം പോയാൽ ഒരു ഹെഡ് ക്ലർക്ക്, അതിനപ്പുറത്തേക്ക് അദ്ദേഹം പോകുന്നില്ല. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നാണ്. ഇത് ഈ നിയമനങ്ങളൊക്കെ ആരംഭിച്ച കാലം മുതൽ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. ശമ്പള കമ്മീഷൻ തന്നെ ഇതിനൊരു പരിഹാരം കാണുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൽ നമ്മുടെ ഒരു അഭിപ്രായം പറയാൻ പോയി കഴിഞ്ഞാൽ എന്തഭിപ്രായം നമുക്ക് പറയാൻ പറ്റും. ഇനി എന്തെങ്കിലുമൊക്കെ കൂടുതൽ ഐഡിയാസ് ഉള്ളവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഐഡിയ ഒന്ന് താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ളവർ കൂടി അത് ഉപയോഗം ചെയ്യും. അതുകൊണ്ട് ഇതിൽ വർക്കിംഗ് ക്ലാസിൻ്റെ അഭിപ്രായമില്ല എന്ന് തന്നെയാണ്. ഇതിൻ്റെ മൂന്നാം ഭാഗത്തിൽ പെൻഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണുള്ളത്. അതിൽ ഒന്ന്, പാർട്ട് 3 KSR പ്രകാരമുള്ള സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പദ്ധതി കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള എന്തെങ്കിലും നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാനുണ്ടോ എന്നാണ്. അപ്പോൾ നിലവിലുള്ള ആ രീതിയിൽ കുറഞ്ഞ സർവീസുള്ളവർക്ക് കുറഞ്ഞ പെൻഷനും കൂടുതൽ സർവീസുള്ളവർക്ക് കൂടുതൽ പെൻഷനുമാണ് ലഭിക്കുന്നത്. ഇത് തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. കാരണം വളരെ കുറഞ്ഞ സർവീസ്, ഇപ്പോൾ 15 വർഷം സർവീസുള്ള ഒരാൾക്ക് പെൻഷൻ പറ്റുമ്പോൾ കിട്ടുന്ന പെൻഷൻ വളരെ കുറവും, എന്നാൽ ഒരു 30 വർഷം സർവീസുള്ള ഒരാൾക്ക് കിട്ടുന്ന പെൻഷൻ നല്ലൊരു പെൻഷനുമാണ്. കാരണം അവസാനം വാങ്ങിച്ചുകൊണ്ടിരുന്ന ബേസിക് പേയുടെ നേരെ പകുതി ആണ് അദ്ദേഹത്തിന് കിട്ടുന്ന ബേസിക് പെൻഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ്. ഈ അന്തരം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. അതിനുവേണ്ടിയുള്ള ക്രിയാത്മകമായ നിർദ്ദേശങ്ങളാണ് നമ്മൾ വയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ മാക്സിമം പെൻഷൻ ലഭിക്കുന്നതിന് നിലവിൽ 30 വർഷമാണ് വേണ്ടത്. 30 വർഷത്തെ സർവീസ് ഉള്ളവർക്ക് മാക്സിമം പെൻഷൻ കിട്ടും, അതായത് നേർപകുതി അവസാനം വാങ്ങിയ ശമ്പളത്തിൻ്റെ. എന്നാൽ അത് മാറ്റിയിട്ട് അതൊരു 25 വർഷമായി കുറയ്ക്കാനോ ഒക്കെയുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതാണ് ഈ ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നിലവിലുള്ള മിനിമം അഷ്വേർഡ് പെൻഷൻ പദ്ധതിയിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്നാണ്. മിനിമം അഷ്വേർഡ് പെൻഷൻ പദ്ധതി ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. ഇത് നടപ്പിലാക്കി കഴിയുമ്പോഴാണ് ഇതിൻ്റെ അപാകതകളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് അഭിപ്രായം തൽക്കാലമില്ല. ഇത് അഷ്വേർഡ് പെൻഷൻ പദ്ധതി വന്നതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. അടുത്ത മൂന്നാമത്തത് പ്രീ റിവൈസ്ഡ് ആൻഡ് റിവൈസ്ഡ് കാലയളവിലെ ശമ്പളം അടിസ്ഥാനമാക്കി 10 മാസത്തെ ശരാശരി ശമ്പളം. നമ്മൾ ഈ ആവറേജ് ഇമോളുമെൻറ്റ്സ് കണക്കാക്കുമ്പോൾ പെൻഷൻ കണക്കാക്കുന്നതിന് ആവറേജ് ഇമോളുമെൻറ്റ്സ് കണക്കാക്കും. അവസാനത്തെ 10 മാസത്തെ ശമ്പളമാണ്. അതിലൊരു 4 മാസം ഇദ്ദേഹം പ്രീ റിവൈസ്ഡ് സ്കെയിലിലും ബാക്കി 6 മാസം റിവൈസ്ഡ് സ്കെയിലിലുമാണെങ്കിൽ ഇത് കണക്കാക്കി ഉണ്ടാക്കിയെടുക്കുന്ന ആവറേജ് ഇമോളുമെൻ്റ് എന്ന് പറയുന്നത് വളരെ വ്യത്യാസമുള്ളതാണ്. വളരെ താഴ്ന്ന ആവറേജ് ഇമോളുമെൻ്റാണ് വരുന്നത്. അതുകൊണ്ട് ഇതിനുള്ള അപാകത പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതിന് നമുക്ക് നിർദ്ദേശമായിട്ട് വയ്ക്കാനുള്ളത് സാധാരണ എല്ലാവരും പറയുന്നത് തന്നെയാണ്. ഈ പ്രീ റിവൈസ്ഡ് സ്കെയിലുള്ള ഒരു 5 മാസം കൂടി അല്ലെങ്കിൽ 4 മാസം കൂടി റിവൈസ്ഡ് സ്കെയിലിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ രീതിയിലുള്ള കാൽക്കുലേഷൻ നടത്തുന്നതിന് പ്രിസം സോഫ്റ്റ്വെയറിൽ ആവശ്യമായ പരിഷ്കാരങ്ങൾ വരുത്തുക എന്നുള്ളതാണ് ഒരു നിർദ്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്. മറ്റ് നിർദ്ദേശങ്ങളുള്ളവർക്ക് അതുകൂടി അഭിപ്രായപ്പെടാം. അടുത്തത് DCRGയുടെ നിലവിലെ ചട്ടങ്ങൾ സംബന്ധിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണെന്നാണ്. ഇപ്പോൾ DCRG കാൽക്കുലേഷൻ എല്ലാ മേഖലയിലും നടപ്പിലാക്കിയിട്ടുണ്ട്. താരതമ്യേന നഷ്ടം കുറവുള്ള രീതിയിലുള്ള ഒരു കാൽക്കുലേഷനാണ് സംസ്ഥാന സർക്കാർ പിന്തുടർന്നു വരുന്നത്. അതിൻ്റെ ഉയർന്ന പരിധി 17 ലക്ഷമാണ്. അത് വേണമെങ്കിൽ കൂട്ടാനുള്ള ഒരു നിർദ്ദേശം നമുക്ക് കൊടുക്കാം. കൂടുതൽ നിർദ്ദേശങ്ങളുള്ളവർക്ക് ആ അഭിപ്രായവും രേഖപ്പെടുത്താം. അടുത്തത് പെൻഷനേഴ്സിൻ്റെ മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കേണ്ടതുണ്ടോ എന്നാണ്. പെൻഷനേഴ്സിന് ഇപ്പോൾ ലഭിക്കുന്ന മെഡിക്കൽ അലവൻസ് എത്രയാണ്? 500 രൂപയാണ്. ഈ 500 രൂപ പെൻഷനേഴ്സിന് കയ്യിൽ കിട്ടാറുണ്ടോ? ഇല്ല. ഈ 500 രൂപയുടെ കൂടെ 187 രൂപ കൂടി നമ്മുടെ പെൻഷനിൽ നിന്നും പിടിച്ച് നേരെ മെഡിസപ്പിലേക്ക് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ മെഡിസപ്പിൽ ഉള്ള അപാകതകൾ നമുക്കറിയാം. അപ്പോൾ ഈ പെൻഷനേഴ്സിന് മെഡിസപ്പിൻ്റെ അപാകതകൾ കാരണം അതിൽ നിന്നും മെഡിക്കൽ സേവനങ്ങൾ ലഭിക്കുന്നില്ല. കിട്ടിക്കൊണ്ടിരുന്ന മെഡിക്കൽ അലവൻസ് ഇല്ലാതാവുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ മെഡിക്കൽ അലവൻസ് ഇപ്പോൾ 0 കാരണം ഉള്ള മെഡിക്കൽ അലവൻസും അതിൻ്റെ കൂടെ പെൻഷനിൽ നിന്ന് 187 രൂപയും കൂടി ചേർത്ത് നേരെ മെഡിസപ്പിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് മാറണം. കുറഞ്ഞത് 2000 രൂപയെങ്കിലും മെഡിക്കൽ അലവൻസ് ആയിട്ടും 687 രൂപ മെഡിസപ്പിൻ്റെ പ്രീമിയമായിട്ടും നൽകാനുള്ള ഒരു പരിഷ്കാരം ഈ ശമ്പള പരിഷ്കരണത്തിലെങ്കിലും ഉണ്ടാകണം എന്നുള്ള അഭിപ്രായമാണ് വർക്കിംഗ് ക്ലാസ്സിനുള്ളത്. അടുത്ത 6, നിലവിലെ പെൻഷൻ ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകതകളോ അപര്യാപ്തങ്ങളോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉദാഹരണ സഹിതം അത് പരിഹരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ വ്യക്തമാക്കുക എന്നാണ്. നിലവിൽ നമുക്കറിയാം KSRൻ്റെ പാർട്ട് 3 ഉള്ളതാണ് നമ്മുടെ പെൻഷൻ റൂൾസ്. ആ റൂൾസിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഉദാഹരണ സഹിതം അത് പരിഹരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങൾ വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അറിയാവുന്നവർ അതിനുള്ള പരിഹാര നിർദ്ദേശങ്ങൾ കൂടി പേർവിഷൻ കമ്മീഷന് അയച്ചു കൊടുക്കുക. അടുത്തത് സ്വയം വിരമിക്കൽ പദ്ധതിയാണ്. വോളണ്ടറി റിട്ടയർമെൻറ്റിനെ കുറിച്ച് വളരെ വിശദമായ ഒരു വീഡിയോ വർക്കിംഗ് ക്ലാസ് കഴിഞ്ഞ 2 വീഡിയോയ്ക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മുകളിലുള്ള ഐ ബട്ടണിൽ നിങ്ങൾക്കത് കാണാൻ കഴിയും. ആ വീഡിയോ ഒന്ന് കണ്ടേക്കുക. അതിൽ ഈ സ്വയം വിരമിക്കൽ പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നോക്കിയാൽ നമുക്ക് അതിൽ കുറേ കാര്യങ്ങൾ അപാകതകൾ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിർദ്ദേശിക്കുക. ആ മാറ്റങ്ങളാണ് ഇവിടെ ഈ 7ാമത്തെ ചോദ്യത്തിന് മറുപടിയായി കൊടുക്കേണ്ടത്. അടുത്ത 8, ഫാമിലി പെൻഷൻ പദ്ധതി മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? അത് ഫാമിലി പെൻഷൻ വാങ്ങുന്നവരാണ് അഭിപ്രായം പറയേണ്ടത്. അവർക്ക് അതിൻ്റെ നിർദ്ദേശങ്ങൾ ശരിയായ രീതിയിൽ പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അവരിൽ നിന്നുമാണ് അഭിപ്രായങ്ങൾ വരേണ്ടത്. ഫാമിലി പെൻഷൻ പദ്ധതി മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ ഫാമിലി പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ പറയട്ടെ. അടുത്തത് പെൻഷൻ കമ്മ്യൂട്ടേഷനും 12 വർഷത്തിന് ശേഷം കമ്മ്യൂട്ട് ചെയ്ത പെൻഷൻ പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച ചട്ടങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നൽകുകയാണ്. നമുക്കറിയാം കമ്മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം പെൻഷൻ്റെ 40% ഇപ്പോൾ നിലവിൽ കമ്മ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത്. അത് 50 വർദ്ധിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടാകാം. അല്ലെങ്കിൽ ഈ പെൻഷൻ്റെ റെസ്റ്റോറേഷൻ പീരീഡ് 12 വർഷം എന്നുള്ളത് 10 വർഷമായി കുറയ്ക്കുന്നതിന് അല്ലെങ്കിൽ 14 വർഷമായി വർദ്ധിപ്പിക്കുന്നതിന് ഈ രീതിയിലുള്ള നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ഈ ഒരു 9ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി നൽകാൻ കഴിയും. അപ്പോൾ അതിനുള്ള ചട്ടങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ പറയുക. അടുത്ത പെൻഷൻ കൈപ്പറ്റുന്നതിന് എന്തെങ്കിലും വിഷമതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയാണ്? പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വയ്ക്കാനുണ്ടോ? പെൻഷൻ വിതരണം ചെയ്യുന്നതിനുള്ള അപാകതകൾ നേരത്തെ കുറേ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൺലൈൻ സംവിധാനം വന്നിട്ടുണ്ട്. അതോടുകൂടി പെൻഷനേഴ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെയധികം കുറഞ്ഞിട്ടുമുണ്ട്. ഇനി ഈ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൗകര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും പോസിറ്റീവായ
കുറച്ചു മാറ്റങ്ങൾ കൂടി പെൻഷനേഴ്സിന് വേണം എന്നുണ്ടെങ്കിൽ അത് പറയുക. അത് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ കഴിയുന്നത്. അവർ അത് അഭിപ്രായം ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തുക, അല്ലെങ്കിൽ PRCയെ നേരിട്ടറിയിക്കുക. അടുത്തത്, വിരമിക്കൽ പ്രായം മാറ്റേണ്ടതുണ്ടോ? അത് വളരെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണിപ്പോൾ. വിരമിക്കൽ പ്രായം കൂട്ടുകയോ കുറയ്ക്കുകയോ അത് സർക്കാരിൻ്റെ നയപരമായ ഒരു തീരുമാനമാണ്. അത് ഓരോരുത്തരും അവരവരുടെ മനസ്സിൻ്റെ കടുപ്പം വെച്ച് അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലത്. വിരമിക്കൽ പ്രായം കൂട്ടുന്നത് കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, തൊഴിലില്ലാതെ നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് തൊഴിൽ അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. എന്നാൽ നിലവിൽ ജോലിയിൽ തുടരുന്ന ആൾക്കാർക്ക് ഒരു 2 വർഷം കൂടി അല്ലെങ്കിൽ 3 വർഷം കൂടി ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കും. കാരണം NPS ഉള്ളവർക്ക് 60 വയസ്സ് വരെ ജോലി കിട്ടും, എന്നാൽ മറ്റുള്ളവർ 56 വയസ്സിൽ വിരമിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്പാരിറ്റി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ, വിരമിക്കൽ പ്രായം കൂട്ടേണ്ടതുണ്ടെന്നോ കുറയ്ക്കേണ്ടതുണ്ടെന്നുള്ള അഭിപ്രായം ആരും പറയത്തില്ല, കൂട്ടേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ അത് പറയുക. അടുത്തത്, ഈ വിരമിക്കൽ പ്രായവുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ചോദ്യമാണ്, പെൻഷൻ പ്രായം ഉയർത്തുന്നത് യുവജനങ്ങളുടെ തൊഴിലവസരത്തെ ബാധിക്കുമെങ്കിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി എന്തൊക്കെ പദ്ധതികൾ, പരിപാടികൾ ആരംഭിക്കാനാകും? തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സാമൂഹ്യ പ്രവർത്തകരും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ആവശ്യപ്പെടുക. അതിനുള്ള ഒരു അവസരമാണ് ഇത്. പൊതുജനങ്ങൾ കൂടി അഭിപ്രായം പറയാൻ പറ്റുന്ന ഒരു പോർട്ടലായതുകൊണ്ടാണ് ഈ രീതിയിൽ ചോദ്യം വന്നിരിക്കുന്നത്. അടുത്ത 4-ാമതായി പറഞ്ഞിരിക്കുന്നത്, സിവിൽ സർവീസിൻ്റെ കാര്യക്ഷമത, സാമൂഹ്യ പ്രതിബദ്ധത, ജനസൗഹൃദ സിവിൽ സർവീസ് ഇത് വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ എന്തൊക്കെ, ഞങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ എന്നാണ്. ഇതിൽ കൂടുതലും പൊതുജനങ്ങൾ മറുപടി നൽകേണ്ടുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ സംസ്ഥാന സിവിൽ സർവീസിൻ്റെ കാര്യക്ഷമത, പ്രതിബദ്ധത, ജനസൗഹൃദ സിവിൽ സർവീസ് ഇവയെ സംബന്ധിച്ച് താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ഇത് ജീവനക്കാർ മറുപടി നൽകേണ്ടതില്ല, എന്നാൽ പെൻഷൻകാർക്ക് വേണമെങ്കിൽ ഇതിൽ മറുപടി നൽകാവുന്നതാണ്. അടുത്ത ചോദ്യം അതുപോലെ തന്നെ, പൊതുജനങ്ങളോടുള്ള സർക്കാർ ജീവനക്കാരുടെ സമീപനം തൃപ്തികരമാണോ, അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? സർക്കാർ ജീവനക്കാർ പെൻഷനേഴ്സായി കഴിയുമ്പോൾ അവർ പൊതുജനങ്ങളുടെ ഭാഗമായി മാറി, അവർ പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ്, സർക്കാർ ജീവനക്കാരിൽ നിന്നും വ്യത്യസ്തരാണ്. അപ്പോൾ അവരോടുള്ള സർക്കാർ ജീവനക്കാരുടെ സമീപനം തൃപ്തികരമാണോ, അല്ലെങ്കിൽ അത് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? ഇതിൻ്റെയും മറുപടി പെൻഷനേഴ്സിന് കൊടുക്കാം. സോഷ്യൽ ഓഡിറ്റിങ്ങിന് ഉചിതമായ സമ്പ്രദായം എന്താണ്? 2025 സേവനാവകാശ നിയമത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണ്? സേവനാവകാശ നിയമപ്രകാരം ആ സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള ടൈം ഫ്രെയിമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സേവനം നടത്തി കിട്ടാറുണ്ടോ എന്നൊക്കെയാണ് നിങ്ങൾ അഭിപ്രായം പറയേണ്ടത്. അതുപോലെ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർക്കും തദ്ദേശ സർക്കാരുകൾക്കും കൂടുതൽ അധികാരം നൽകുന്നതിനും കൂടുതൽ പ്രവർത്തനങ്ങൾ വികേന്ദ്രീകരിച്ച് നൽകുന്നതിനും സാധ്യതയുണ്ടോ? ഇത് വേണമെങ്കിൽ ജീവനക്കാർക്കും ഇതിൻ്റെ മറുപടി നൽകാം. വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാർക്കും തദ്ദേശ സർക്കാരുകൾക്കും ഡീസെൻട്രലൈസേഷൻ നടപ്പിലാക്കി കഴിഞ്ഞാൽ പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിക്കുമോ, അതിനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ആ ചോദ്യത്തിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥ ഭരണ നിർവഹണവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സർവീസ് ഭരണപരമായ ചട്ടങ്ങൾ സംബന്ധിച്ച് താങ്കളുടെ കാഴ്ചപ്പാടെന്താണ്? അത് ലളിതമാക്കുന്നതിന് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? ഭരണനിർവഹണത്തിൽ കുറച്ചുകൂടി കാര്യക്ഷമത വരുത്തുന്നതിനായിട്ട് കുറേ ചട്ടങ്ങൾ ഭേദഗതി വരുത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം നമുക്ക് രേഖപ്പെടുത്താമെന്നേ ഉള്ളൂ. അടുത്തത്, ജീവനക്കാർ കൂടി അഭിപ്രായം പറയാവുന്ന ഒന്നാണ്, ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട ആവശ്യമില്ലാത്തതോ ഒഴിവാക്കേണ്ടതോ പ്രയോജനരഹിതമായതോ കാലഹരണപ്പെട്ടതോ ആയ പദ്ധതികൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ അല്ലെങ്കിൽ പരിപാടികൾ, രീതികൾ നിലവിലുള്ളതായി കരുതുന്നുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം, ഓഫീസുകളിൽ കാലഹരണപ്പെട്ട ചില സമ്പ്രദായങ്ങളെങ്കിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉദാഹരണമായി നമ്മുടെ ക്യാഷ് ബുക്ക് എഴുതുക, അത് മാനുവലായിട്ടാണ് ഇപ്പോഴും നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഈ ക്യാഷ് ബുക്ക് മാനുവലായിട്ട് എഴുതുന്നത് മതിയാക്കി കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആരംഭിക്കുക. അത് വളരെ കാലികമായി നടപ്പിലാക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. അതിലൂടെ ഈ പരമ്പരാഗതമായി ഉള്ള ക്യാഷ് ബുക്ക് എഴുത്തെല്ലാം ഒന്ന് മാറ്റിയെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഓഫീസ് നടപ്പിലാക്കുന്നത്, അത് ഈ രീതിയിൽ നടപ്പിലാക്കിയതാണ് ഈ ഓഫീസ്. പക്ഷേ ഈ ഓഫീസിലും ഇപ്പോഴും ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. CRU ലോഗിൻ ആരാണ് ചെയ്യേണ്ടത്, അതിനൊക്കെ വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില പ്രയോജനരഹിതമായ ചില കാര്യങ്ങളുണ്ട്, അതെല്ലാം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അതിനുള്ള ഒരു ചോദ്യമാണത്. അടുത്തത്, സർക്കാർ സർവീസിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി പെർഫോമൻസ് അസസ്മെൻറ്റ് സിസ്റ്റം എങ്ങനെയെല്ലാം ഉപയോഗപ്പെടുത്താം എന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ. ഒരു ജീവനക്കാരൻ്റെ പെർഫോമൻസ് അസസ് ചെയ്യുന്നതിന് ചുമതലപ്പെട്ടവരാരാണ് എന്നുള്ളിടത്താണ് ഒരു പ്രശ്നം വരുന്നത്. നമുക്കറിയാം, CR ഒക്കെ നമ്മുടെ ഓഫീസുകളിൽ നിന്ന് കൊടുക്കുമ്പോൾ ചില പക്ഷപാതപരമായ സമീപനങ്ങൾ ഉണ്ടാകാറുണ്ട്. അതില്ല എന്ന് പറയാൻ പറ്റില്ല. CR കൊടുക്കുന്നതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. അവർക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് അവരെന്ത് ചെയ്യും, കൂടുതൽ മാർക്ക് ഇടുകയും ഇല്ലാത്തവർക്ക് കുറച്ച് മാർക്ക് കൊടുക്കുകയും ചെയ്യുന്ന പക്ഷപാതപരമായ സമീപനങ്ങൾ ചില ഓഫീസുകളിലെങ്കിലും നടക്കാറുണ്ട്. അത് എല്ലാവരും നടത്തുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് അസസ്മെൻറ്റ് സിസ്റ്റം ആണെങ്കിൽ അത് നടപ്പിലാകില്ല. വളരെ കാര്യക്ഷമമായ രീതിയിൽ പെർഫോമൻസ് അസസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ പെർഫോമൻസ് അസസ് ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ ആദ്യം നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുക, എന്തൊക്കെ കാര്യങ്ങൾ പാലിക്കണം, എന്തൊക്കെ പാലിച്ചുകൂടാ എന്നുള്ളതിനെപ്പറ്റി അവർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുക.
അടുത്തത് നിലവിലുള്ള പ്രവൃത്തി ദിവസങ്ങൾ സംബന്ധിച്ച നിർദ്ദേശങ്ങളാണ്. പ്രവൃത്തി ദിവസങ്ങൾ ഇപ്പോഴുള്ള 6 എന്നുള്ളത് 5 ആക്കി മാറ്റണമോ? അങ്ങനെ മാറ്റുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോകുന്ന തൊഴിൽ ദിവസങ്ങൾ നമുക്ക് എക്സ്ട്രാ വർക്ക് ചെയ്തുകൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുമോ? ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് ഇവിടെ നമ്മൾ നൽകേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജോലി സമയം വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 10 മണിക്ക് തുറക്കുന്ന ഓഫീസ് 1 മണിക്കൂർ മുമ്പേ തുറക്കുകയും 1 മണിക്കൂർ താമസിച്ച് അടയ്ക്കുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ നഷ്ടപ്പെട്ടു പോകുന്ന പ്രവൃത്തി ദിവസങ്ങൾ ഇങ്ങനെ മണിക്കൂറുകൾ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയും. അടുത്തത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുന്ന തരത്തിൽ ഓഫീസുകളിൽ അടിസ്ഥാന സൗകര്യങ്ങളുടെയും അനുബന്ധ സൗകര്യങ്ങളുടെയും അഭാവം ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് ഓരോ ഓഫീസുകളിലും വ്യത്യസ്തമായിരിക്കും. ചില ഓഫീസുകളിൽ നല്ല രീതിയിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഉള്ള ഓഫീസുകളുണ്ട്, ഇല്ലാത്ത ഓഫീസുകളുമുണ്ട്. അപ്പോൾ അത് ഓരോരോ ഓഫീസുകളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നിങ്ങൾ PRCക്ക് എഴുതുന്നതായിരിക്കും നല്ലത്. അടുത്തത് തൊഴിലിടങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളും അവ ജീവനക്കാരുടെ ആരോഗ്യത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും പരിഹരിക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ് താങ്കൾ നിർദ്ദേശിക്കുന്നത്? എന്താണ് ഈ തൊഴിലിടങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങൾ? നമുക്ക് ടെൻഷൻ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള ജോലി ഭാരം ഉണ്ട് എങ്കിൽ നമുക്ക് മിക്ക ജീവിതശൈലി രോഗങ്ങളും വരുന്നത് അങ്ങനെയാണ്. ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാകാം. ഇതെല്ലാം ഈ തൊഴിലിടങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സമ്മർദ്ദത്തിൽ നിന്നും വരുന്ന ജീവിതശൈലി രോഗങ്ങളാണ്. ഇത് ജീവനക്കാരുടെ ആരോഗ്യത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ പരിഹരിക്കുന്നതിന് എന്തെല്ലാം നടപടികളാണ്? അപ്പോൾ ഈ സ്ട്രെസ്സ് കൂടുതൽ കൊടുക്കാതിരിക്കുക, അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും? ചില റിക്രിയേഷൻ ക്ലബ്ബുകൾ സ്ഥാപിക്കുക, അവർക്ക് എൻ്റർടൈൻമെൻറ്റിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, വർഷത്തിൽ 1-2 പ്രാവശ്യം ഒരു ടൂർ സംഘടിപ്പിക്കുക. ഇതെല്ലാം നമുക്ക് ഇതിനകത്ത് പറയാവുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഏതെങ്കിലും സർക്കാർ വകുപ്പിലോ ഓഫീസിലോ അധിക ജീവനക്കാരോ നിഷ്ക്രിയ ജീവനക്കാരോ അപ്രസക്തമായ തസ്തികകളോ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവ ഏതൊക്കെയാണ്? അത് ജീവനക്കാർക്ക് പറയാവുന്നതാണ്. ഏതെങ്കിലും സർക്കാർ വകുപ്പിലോ ഓഫീസിലോ ജീവനക്കാരുടെ കുറവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അത് പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ അത് ഏതൊക്കെയാണ്? ഈ പറഞ്ഞതിൻ്റെ നേരെ വിരുദ്ധമായിട്ടുള്ള കാര്യം. നേരത്തെ നമ്മൾ പറഞ്ഞത് നിഷ്ക്രിയ ജീവനക്കാരോ തസ്തികകൾ അധികമായിട്ടുണ്ടെങ്കിലോ പറയുക, തസ്തികകളെങ്കിലും പുതുതായി അനുവദിക്കാനുണ്ടെങ്കിലോ അതുപോലെ തന്നെ ജീവനക്കാരുടെ കുറവുണ്ടെങ്കിലോ അതറിയിക്കാനുള്ള ഒരു ചോദ്യമാണ് 13ാമത്തേതായി വന്നിരിക്കുന്നത്. അടുത്തത് സർക്കാർ ജീവനക്കാരുടെ സേവനം മെച്ചപ്പെടുത്തുന്നതിനാവശ്യമായ പുനർവിന്യാസ പുനർനൈപുണീകരണ നടപടികൾ നിർദ്ദേശിക്കുക. സർക്കാർ ജീവനക്കാരുടെ സേവനം മെച്ചപ്പെടുത്താനാവശ്യമായ ഒരു റീഅറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് നൽകുന്നതിനുള്ള നടപടികൾ നിർദ്ദേശിക്കുക. അതെല്ലാം ഓരോരുത്തരുടെ മനോധർമ്മം അനുസരിച്ച് അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താവുന്നതാണ്. അത് PRCയെ നേരിട്ട് അറിയിക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്രയുമാണ് 4ാമത്തെ സെക്ഷനിലുള്ള ചോദ്യങ്ങൾ. ഇനി നമുക്ക് 5ാമത്തെ ഒരു സെക്ഷൻ കൂടിയുണ്ട്. അടുത്തത് ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ചില വിഷയങ്ങളാണ്. വനിതാ ജീവനക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി ഓഫീസുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളും വനിതാ ജീവനക്കാർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുമൊക്കെയാണ് ഈ ഒരു സെക്ഷനിലുള്ളത്. അതിൽ 1ാമത്തെ ചോദ്യം തന്നെ വനിതാ ജീവനക്കാർ അഭിമുഖീകരിക്കുന്ന ബഹുമുഖമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അത് പരിഹരിക്കുന്നതിനുള്ള എന്ത് നടപടികളാണ് നിർദ്ദേശിക്കാനുള്ളത്? വനിതാ ജീവനക്കാർക്ക് തന്നെ അറിയാം തങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. അത് പരിഹരിക്കുന്നതിന് എന്തൊക്കെ നടപടികൾ നമുക്ക് നിർദ്ദേശിക്കാനുണ്ടോ അതെല്ലാം നിർദ്ദേശിക്കുന്നതിനുള്ള ഒരു അവസരമാണ്. അത് ഓരോ വനിതാ ജീവനക്കാരും അവരുടെ ഓഫീസുകളിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഏതൊക്കെയാണെന്ന് നോട്ട് ചെയ്തതിന് ശേഷം അത് PRCയെ നേരിട്ട് അറിയിക്കുകയോ അല്ലെങ്കിൽ വർക്കിംഗ് ക്ലാസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക. 2, സർക്കാർ ഓഫീസുകൾ കൂടുതൽ ജെൻഡർ സെൻസിറ്റീവ് ആക്കുന്നതിനായി ഏതൊക്കെ തരത്തിലുള്ള നയങ്ങൾ, പരിപാടികൾ, പദ്ധതികൾ, ചട്ടങ്ങൾ, നിയന്ത്രണങ്ങൾ, സംഘടനാ സംവിധാനം എന്നിവ വേണമെന്നാണ് താങ്കൾക്ക് നിർദ്ദേശിക്കാനുള്ളത്? ഇപ്പോൾ തന്നെ നിലവിലുള്ള സംവിധാനങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്, എന്നാൽ അത് വളരെ അപര്യാപ്തമാണ്. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ അത് ശാരീരികമാകാം, മാനസികമാകാം. ആ രീതിയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും പരിഹാര നിർദ്ദേശങ്ങളായി ചില കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റികളുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നുള്ളത് എല്ലാ ജീവനക്കാർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അത് കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം സംഘടനാ സംവിധാനങ്ങളാണ് അല്ലെങ്കിൽ ചട്ടങ്ങളാണ് വേണം എന്ന് തോന്നുന്നത്, അതിനെക്കുറിച്ച് പറയുക. 4ാമത്തെ ചോദ്യവും അതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. സർക്കാർ ഓഫീസുകളിൽ ക്രഷുകൾ, വിശ്രമമുറികൾ, മുലയൂട്ടൽ സൗകര്യങ്ങൾ, ശൗചാലയങ്ങൾ എന്നിവ കൂടുതൽ ലഭ്യമാക്കേണ്ടത് ആവശ്യമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ എന്നാണ്. അത് ആവശ്യമുള്ള സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അത് രേഖപ്പെടുത്തുക. അപ്പോൾ അവർക്ക് ആവശ്യമുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നിലവിലില്ലാത്ത സൗകര്യങ്ങളെന്ന് കണ്ടെത്തി അത് PRCയെ നേരിട്ട് അറിയിക്കുക. അടുത്തത് ലിംഗബോധമുള്ളതും കുടുംബ സൗഹൃദപരവുമായ ഒരു തൊഴിൽ സംസ്കാരം നേടുന്നതിനുള്ള ഫലപ്രദമായ ഉപകരണമാണ് ജെൻഡർ ബജറ്റ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുക. എന്താണ് ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ജെൻഡർ ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി ഫിനാൻഷ്യൽ അലോക്കേഷൻ ആവശ്യമാണ്. അപ്പോൾ നമ്മുടെ 2025-26 സാമ്പത്തിക വർഷത്തിൽ നമ്മുടെ ആകെ ബജറ്റിൻ്റെ 8.86% ജെൻഡർ ബജറ്റിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
വനിതാ ജീവനക്കാർക്ക് ജെൻഡർ ഇക്വാലിറ്റി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് അലോക്കേഷനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഉള്ള ഒരു ഫലപ്രദമായ ഉപകരണമാണ് ജെൻഡർ ബജറ്റിംഗ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല എങ്കിൽ നിർദ്ദേശങ്ങൾ നൽകുക. അടുത്തത്, ഏതെങ്കിലും ഒരു പ്രത്യേക സർവീസിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം ശരിയായ അനുപാതത്തിലല്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? പ്രവേശന തലത്തിലും പ്രൊമോഷൻ തലത്തിലും സ്ത്രീ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് ലിംഗസംവരണം ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്ന് കരുതുന്നുണ്ടോ? ഇപ്പോൾ പോലീസിൽ ആവശ്യത്തിന് സ്ത്രീ പോലീസ് ഉദ്യോഗസ്ഥർ ഇല്ല എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി എഴുതുക. അല്ലെങ്കിൽ ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആവശ്യത്തിന് സ്ത്രീ പ്രാതിനിധ്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാം. അത് പ്രവേശന തലത്തിലും പ്രൊമോഷൻ തലത്തിലും സ്ത്രീ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന്, ഇപ്പോൾ പ്രൊമോഷൻ ലഭിക്കുന്നതിന് പോലും മറ്റ് ജീവനക്കാർക്കൊപ്പമാണ് സ്ത്രീ ജീവനക്കാരുടെയും പ്രൊമോഷൻ. എന്നാൽ സ്ത്രീകളെ കുറച്ചുകൂടി ഉയരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി മറ്റ് ജീവനക്കാർക്ക് കിട്ടുന്നതിനേക്കാൾ നേരത്തെ പ്രൊമോഷൻ സ്ത്രീകൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വല്ലതും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് പറയാൻ കഴിയും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകം റിക്രൂട്ട്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ, അതാണ് ഈ പ്രവേശന തലത്തിലുള്ള സംവരണം എന്ന് പറയുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി PSCയുടെ റിക്രൂട്ട്മെൻറ്റ് നടപ്പിലാക്കുക. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മുടെ പേർവിഷൻ കമ്മീഷൻ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനുള്ള ഒരു ഗൈഡ് ലൈൻ മാത്രമാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഇതിന് മറുപടി നൽകേണ്ടതെന്ന്. എങ്കിലും അറിഞ്ഞുകൂടാത്ത ചിലരെങ്കിലും ഉണ്ടാകും. അവരെ മാത്രം ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ഉള്ളത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എത്രയും പെട്ടെന്ന് മെയ് 20 മുമ്പ് തന്നെ നമുക്കിതിൻ്റെ അഭിപ്രായങ്ങൾ പേർവിഷൻ കമ്മീഷനെ അറിയിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. എത്രയും എളുപ്പം തന്നെ ഈ വീഡിയോയും കഴിയുന്നിടത്തോളം ആൾക്കാർക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ താങ്ക് യു.